അതായത് ഇപ്പോൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, ടേബിൾസ് മോഡിഫൈ ചെയ്യുക, ടേബിൾസിനെ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ടേബിളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല, അങ്ങനെയുള്ളൊരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യാനും ഇനി ആ ടേബിളിലെ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്താൻ, ഇപ്പോൾ ഒരു എക്സ്ട്രാ കോളം കൂടെ ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പുകൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേബിൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിനെ ഡിലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യാനാണ് DDL കമാൻഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. DDL ഈസ് എ കമ്പോണൻറ്റ് ഓഫ് SQL ദാറ്റ് പ്രൊവൈഡ്സ് commands to deal with the schema definition of the RDBMS. നമ്മളുടെ ടേബിളിൻ്റെ സ്കീമ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി DDL commands are used to create, modify and remove the database objects such as tables, views and keys. Tables, അതുപോലെ വ്യൂസ്, കീസ് ഇതുപോലുള്ള ഡാറ്റാബേസ് ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാനും അവയെ മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് DDL കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ കമാൻഡ്സ് ആണ് DDL കമാൻഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ദ കോമൺ DDL കമാൻഡ്സ് ആർ ക്രിയേറ്റ്, ഓൾട്ടർ ആൻഡ് ഡ്രോപ്പ്. ഈ 3 കമാൻഡ്സ് ആണ് നമ്മൾ DDL കമാൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് എന്ന് പറയുന്നത് ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാനും, ഓൾട്ടർ എന്ന് പറയുന്നത് ടേബിളിനെ മോഡിഫൈ ചെയ്യാനും, ഡ്രോപ്പ് എന്ന് പറയുന്നത് ടേബിളിനെ ഡിലീറ്റ് ചെയ്യാനുമായിട്ടാണ് യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DML എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടേബിൾ മോഡിഫൈ ചെയ്തു, ടേബിൾ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ DDL യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ DDL കമാൻഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടേബിളിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് വരണം. 101 ഇന്ന പേര്, ഇന്ന ബാച്ച്, ഇന്ന റിസൾട്ട്, അതുപോലെ 103 ഇന്ന പേര്, ഇന്ന ബാച്ച്, ഇന്ന റിസൾട്ട്, ഇങ്ങനെ ഓരോരോ റെക്കോർഡുകൾ അതിൽ വരുന്നില്ലേ, ഓരോരോ ടപ്പിൾസ് അതിൽ വരണില്ലേ. അപ്പോൾ ഒരു ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടാണ് DML കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഈ DML കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ടേബിളിൻ്റെ സ്ട്രക്ചറിനെ ഒന്നും നമ്മൾ തൊടുകയില്ല, അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റേഴ്സിനെയാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം DML. DML ഈസ് എ കമ്പോണൻറ്റ് ഓഫ് SQL ദാറ്റ് എൻഹാൻസസ് efficient user interaction with the database system by providing a set of commands. നമ്മുടെ ഡാറ്റാബേസിനുള്ളിലുള്ള ഡാറ്റാസുമായിട്ട് യൂസേഴ്സിന് ഇൻട്രാക്ട് ചെയ്യാനുള്ള കമാൻഡ്സുകൾ, ഇൻട്രാക്ട് ചെയ്യാനുള്ള